വിവരങ്ങൾ. അക്കൗണ്ടിംഗിൽ ഒരു ആസ്തി എന്നാൽ ഒരു സ്ഥാപനത്തിന്റെ, വ്യക്തിയുടെയോ കമ്പനിയുടെയോ ഉടമസ്ഥതയിലുള്ളതും നിയന്ത്രണത്തിലുള്ളതും ഭാവിയിൽ സാമ്പത്തിക നേട്ടങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നതുമായ ഒരു വിഭവമാണ്. ഇത് അക്കൗണ്ടിംഗ് സമവാക്യത്തിന്റെ അക്കൗണ്ടിംഗ് ഇക്വേഷൻ ഒരു പ്രധാന ഭാഗമാണ്. ആസ്തികൾ അസറ്റ്സ് സമം ബാധ്യതകൾ ലയബിലിറ്റീസ് പ്ലസ് ഉടമസ്ഥാവകാശം ഇക്വിറ്റി. ആസ്തികളുടെ പ്രധാന സ്വഭാവങ്ങൾ. അക്കൗണ്ടിംഗിൽ കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആസറ്റ്സ് ഇൻ അക്കൗണ്ടിംഗ്. 1. ഭാവിയിലെ സാമ്പത്തിക നേട്ടം ഫ്യൂച്ചർ എക്കണോമിക് ബെനഫിറ്റ്. ആസ്തികൾക്ക് ഭാവിയിൽ പണം, സേവനങ്ങൾ അല്ലെങ്കിൽ മറ്റു വിഭവങ്ങൾ എന്നിവയുടെ രൂപത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉളവാക്കാൻ കഴിവുണ്ടായിരിക്കണം. ഉദാഹരണത്തിന്, ഒരു യന്ത്രം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനും വരുമാനം നേടാനും സഹായിക്കുന്നു. 2. സ്ഥാപനത്തിന്റെ നിയന്ത്രണം കൺട്രോൾ ബൈ ദി എൻറ്റിറ്റി. സ്ഥാപനത്തിന് ആസ്തിയുടെ മേൽ നിയന്ത്രണമുണ്ടായിരിക്കണം. അതായത് ആസ്തിയിൽ നിന്ന് ലഭിക്കുന്ന നേട്ടങ്ങൾ ആർക്ക് ലഭിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം സ്ഥാപനത്തിനുണ്ടായിരിക്കണം. 3. മുൻകാല സംഭവത്തിന്റെ ഫലം റിസൾട്ട് ഓഫ് എ പാസ്റ്റ് ഇവന്റ്. ഒരു ആസ്തി നിലവിൽ വരുന്നത് മുൻപ് നടന്ന ഒരു ഇടപാടിന്റെ, ഉദാഹരണത്തിന് വാങ്ങൽ, നിർമ്മാണം ഫലമായിരിക്കണം. 4. പണത്തിന്റെ രൂപത്തിൽ അളക്കാൻ കഴിയുന്നത് മെഷറബിൾ ഇൻ മോണിറ്ററി ടേംസ്. ആസ്തിയുടെ മൂല്യം പണത്തിന്റെ രൂപത്തിൽ കൃത്യമായി അളക്കാനോ വിശ്വസനീയമായി കണക്കാക്കാനോ കഴിയണം. അക്കൗണ്ടിംഗിൽ ആസ്തികളുടെ വർഗീകരണം ക്ലാസിഫിക്കേഷൻ ഓഫ് ആസറ്റ്സ് ഇൻ അക്കൗണ്ടിംഗ്. അക്കൗണ്ടിംഗ് റിപ്പോർട്ടിംഗിന്റെ സൗകര്യത്തിനായി ആസ്തികളെ പ്രധാനമായും 2 വിഭാഗങ്ങളായി തിരിക്കുന്നു. 1. സ്ഥിര ആസ്തികൾ, ദീർഘകാല ആസ്തികൾ നോൺ കറന്റ് ആസറ്റ്സ്, ഫിക്സ്ഡ് ആസറ്റ്സ്. ഒരു വർഷത്തിൽ കൂടുതൽ കാലയളവിൽ ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതും എളുപ്പത്തിൽ പണമാക്കി മാറ്റാൻ സാധിക്കാത്തതുമായ ആസ്തികളാണിവ. ഇവ ബിസിനസ് പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാനാണ് ഉപയോഗിക്കുന്നത്, വിൽപ്പനയ്ക്കായി സാധാരണയായി സൂക്ഷിക്കുന്നില്ല. ഉദാഹരണങ്ങൾ: ദൃശ്യമായ സ്ഥിര ആസ്തികൾ ടാൻജിബിൾ ഫിക്സ്ഡ് ആസറ്റ്സ്, ഭൗതികമായ രൂപമുള്ള ആസ്തികൾ ഭൂമി, ലാൻഡ്, കെട്ടിടങ്ങൾ, ബിൽഡിംഗ്സ്, യന്ത്രസാമഗ്രികൾ, മഷീനറി, ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ്, വാഹനങ്ങൾ, വെഹിക്കിൾസ്. അദൃശ്യമായ സ്ഥിര ആസ്തികൾ ഇൻടാൻജിബിൾ ഫിക്സ്ഡ് ആസറ്റ്സ്, ഭൗതികമായ രൂപമില്ലാത്തതും എന്നാൽ സാമ്പത്തിക മൂല്യമുള്ളതുമായ ആസ്തികൾ. ഗുഡ്വിൽ സ്ഥാപനത്തിന്റെ സൽപ്പേര് മൂലമുള്ള മൂല്യം. പേറ്റന്റുകൾ പാറ്റന്റ്സ്, ഒരു കണ്ടുപിടുത്തത്തിന്മേലുള്ള നിയമപരമായ അവകാശം. വ്യാപാരമുദ്രകൾ ട്രേഡ് മാർക്സ്, ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ചിഹ്നം പേര്. പകർപ്പവകാശം കോപ്പിറൈറ്റ്സ്, സാഹിത്യ കലാസൃഷ്ടിക്കുമേലുള്ള അവകാശം. സോഫ്റ്റ്വെയർ. നിക്ഷേപങ്ങൾ ഇൻവെസ്റ്റ്മെന്റ്സ്, ദീർഘകാല നേട്ടങ്ങൾക്കായി സ്ഥാപനം നടത്തുന്ന ഓഹരി കടപ്പത്ര നിക്ഷേപങ്ങൾ. ദീർഘകാല വായ്പകളും മുൻകൂർ പണവും ലോങ് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ്, ഒരു വർഷത്തിലധികം കാലാവധിയുള്ള വായ്പകൾ. 2. ഹ്രസ്വകാല ആസ്തികൾ ഒഴുകുന്ന ആസ്തികൾ കറന്റ് ആസറ്റ്സ്, ഒരു സാമ്പത്തിക വർഷത്തിനുള്ളിലോ സാധാരണയായി 12 മാസത്തിനുള്ളിൽ പ്രവർത്തന ചക്രത്തിനുള്ളിലോ ഓപ്പറേറ്റിംഗ് സൈക്കിൾ പണമാക്കി മാറ്റാനോ വിൽക്കാനോ ഉപയോഗിച്ച് തീർക്കാനോ കഴിയുന്ന ആസ്തികളാണിവ. ഇവ സ്ഥാപനത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യമാണ്. ഉദാഹരണങ്ങൾ: പണം കൈവശം ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ബാങ്കിൽ, ക്യാഷ് അറ്റ് ബാങ്ക്. ഏറ്റവും ദ്രവ്യതയുള്ള ആസ്തി ഇൻവെന്ററി സ്റ്റോക്ക്, വിൽക്കാത്ത ഉൽപ്പന്നങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ, നിർമ്മാണത്തിലിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ. കിട്ടാനുള്ളവ കടക്കാർ അക്കൗണ്ട്സ് റിസീവബിൾ ഡെപ്റ്റേഴ്സ്, ഉൽപ്പന്നങ്ങൾ വിൽക്കുകയോ സേവനങ്ങൾ നൽകുകയോ ചെയ്തതിന് പണം ലഭിക്കാനുള്ള തുക. മുൻകൂർ ചെലവുകൾ പ്രിപെയ്ഡ് എക്സ്പെൻസസ്, ഭാവിയിൽ ലഭിക്കുന്ന സേവനങ്ങൾക്കായി മുൻകൂട്ടി അടച്ച പണം. ഉദാഹരണം: മുൻകൂർ അടച്ച വാടക, ഇൻഷുറൻസ്. ചുരുങ്ങിയ കാലയളവിലേക്കുള്ള നിക്ഷേപങ്ങൾ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ്സ്, ഒരു വർഷത്തിനുള്ളിൽ പണമാക്കി മാറ്റാൻ കഴിയുന്ന നിക്ഷേപങ്ങൾ. ആസ്തികളുടെ മൂല്യനിർണ്ണയം വാല്യുവേഷൻ ഓഫ് ആസറ്റ്സ്. അക്കൗണ്ടിംഗിൽ ആസ്തികൾ പലപ്പോഴും അവയുടെ യഥാർത്ഥ വാങ്ങൽ വിലയുടെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അടിസ്ഥാനത്തിലാണ് രേഖപ്പെടുത്തുന്നത്. എന്നിരുന്നാലും ചില ആസ്തികൾക്ക് കാലക്രമേണ തേയ്മാനം ഡിപ്രീഷിയേഷൻ സംഭവിക്കാം. അദൃശ്യമായ ആസ്തികൾക്ക് ക്ഷയം അമോർട്ടിസേഷൻ സംഭവിക്കാം. ഈ മൂല്യക്കുറവുകൾ ആസ്തിയുടെ പുസ്തകമൂല്യം ബുക്ക് വാല്യൂ കുറയ്ക്കാൻ സഹായിക്കുന്നു. അക്കൗണ്ടിംഗിൽ ആസ്തികളുടെ പ്രാധാന്യം ഇമ്പോർട്ടൻസ് ഓഫ് ആസറ്റ്സ് ഇൻ അക്കൗണ്ടിംഗ്. സാമ്പത്തിക നില ഫൈനാൻഷ്യൽ പൊസിഷൻ. ഒരു സ്ഥാപനത്തിന്റെ ബാലൻസ് ഷീറ്റിൽ ആസ്തികൾ അതിന്റെ സാമ്പത്തിക നിലയെ വ്യക്തമാക്കുന്നു. എത്രത്തോളം വിഭവങ്ങൾ സ്ഥാപനത്തിനുണ്ടെന്ന് ഇത് കാണിക്കുന്നു. വരുമാനം നേടൽ റവന്യൂ ജനറേഷൻ. പല ആസ്തികളും, പ്രത്യേകിച്ച് സ്ഥിര ആസ്തികൾ, വരുമാനം നേടുന്നതിനുള്ള പ്രധാന ഉപാധികളാണ്. നിക്ഷേപ തീരുമാനങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ്. ആസ്തികളുടെ ഘടനയും മൂല്യവും നിക്ഷേപകർക്ക് ഒരു സ്ഥാപനത്തിൽ നിക്ഷേപിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ സഹായിക്കുന്നു. കടം വാങ്ങാനുള്ള കഴിവ് ബോറോയിങ് കപ്പാസിറ്റി. ഒരു സ്ഥാപനത്തിന്റെ ആസ്തികൾ, പ്രത്യേകിച്ച് ദൃശ്യമായ സ്ഥിര ആസ്തികൾ, കടം വാങ്ങുന്നതിനുള്ള ഈടായി കൊളാറ്ററൽ ഉപയോഗിക്കാം. അക്കൗണ്ടിംഗ് തത്വങ്ങൾ പാലിക്കൽ അഡ്ഹെറൻസ് ടു അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്. അക്കൗണ്ടിംഗ് തത്വങ്ങളായ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, കോസ്റ്റ് കൺസെപ്റ്റ് തുടങ്ങിയവ ആസ്തികളുടെ രേഖപ്പെടുത്തലിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ചുരുക്കത്തിൽ, അക്കൗണ്ടിംഗിൽ ഒരു ആസ്തി എന്നത് ഒരു സ്ഥാപനത്തിന്റെ സാമ്പത്തിക ഭാവിയുടെ നിർണായക ഘടകമാണ്. കൂടാതെ സ്ഥാപനത്തിന്റെ സാമ്പത്തിക പ്രസ്താവനകളിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇത് വളരെ പ്രധാനപ്പെട്ട വിവരമായി രേഖപ്പെടുത്തുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നു.